മുൻചിറൈ സീതയെ വന്ന് ഇവിടെ ചിറ വെച്ച് ഇവിടെ കൊണ്ടിരുത്തിരുന്നല്ലേ അവന്. അതാണ് സീതയെ ചിറൈ വെച്ച സ്ഥലം. സിറൈ വെച്ചു. സിറൈ. രാവണൻ വന്ന് സീതയെ ഇങ്ങനെ പുഷ്പവിമാനത്തിൽ കടത്തിക്കൊണ്ട് പോകുമ്പോൾ മുഞ്ചിറ ശിവക്ഷേത്രത്തിന്റെ നേരെ ഈ വടക്ക് ഭാഗത്ത് ഒരു വലിയ മലയുണ്ട്. അങ്ങനെ ശ്രീരാമനെ പ്രാർത്ഥിച്ച് വിചാരിച്ച് കരഞ്ഞപ്പോഴാണ് ആ കണ്ണീര് ഒലിച്ച് 2 പാറയുടെ ഗുഹ കണ്ണുപോലെ അത് വിളുന്ന് അത് ഗുഹയായി കുളിയായി കണ്ണുപോലെ ആയി. തിരുവനന്തപുരത്ത് നിന്ന് ഏറെയാണെങ്കിൽ നേരെ മാർത്താണ്ഡത്ത് ഇറങ്ങുക. ബസ്സിൽ വരികയാണെങ്കിൽ മാർത്താണ്ഡത്ത് ഇറങ്ങാം, അല്ലെങ്കിൽ വെട്ടുമണി എന്നൊരു സ്ഥലമുണ്ട്. വെട്ടു എന്നാണ് പറയുന്നത്. നമസ്കാരം. ഞങ്ങളുടെ അമേസിംഗ് റൈഡ് ടീം കന്യാകുമാരി ജില്ലയിൽ മുഞ്ചിറൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പ്രത്യേകതയുണ്ട്. ശിവാലയം ഓട്ടം ഓടുന്ന ഭക്തജനങ്ങളെല്ലാം അവരുടെ വ്രതവും ഓട്ടവും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഈ ക്ഷേത്രത്തിലൊരു ആധ്യാത്മിക പാരായണ സംഘമുണ്ട്. അതിൽ ഏകദേശം അദ്ദേഹം 2 വർഷം കൊണ്ട് ആ പാരായണ മേഖലയിൽ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജ്യോതി ബസു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ജ്യോതി ബസു, ഈ പേരിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ഈ പേര് വന്നത്? ആദ്യം അതറിയാം. പേര് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ നേതാവാണ്. ചെറുപ്പം മുതലേ നല്ല തീവ്രതയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിലാണ് എനിക്ക് ജ്യോതി ബസു എന്ന് വെച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിത്തറയുള്ള ഒരു ഫാമിലിയാണ്. ഒരു ഫാമിലിയാണ്. എങ്ങനെയാണ് ഈ പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഇത്തരം ഈ സനാതന ധർമ്മത്തെയോ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അങ്ങ് എങ്ങനെയാണ് ഈ പാതയിലേക്ക് എത്തിയത്? സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ വന്ന് നമ്മളെ സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അച്ഛനാരെ ഈ സനാതന ധർമ്മത്തിനെ വന്ന് ആക്ഷേപിക്കുന്നു. നമുക്ക് കുടുംബക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തെ പോലെയല്ല. ഇല്ല, നമ്മളെ അച്ഛൻ്റെ വഴിയിൽ അത് വേറെ ഒരു ക്ഷേത്രമുണ്ട്, ഭദ്രകാളി തമ്പരാൻ. അത് നമ്മുടെ കുടുംബത്തിലുള്ള കാരണവരോരുത്തരുണ്ട്. അവരുടെ വഴിയിൽ വന്നത് അത് അച്ഛൻ്റെ വഴിയിലുള്ള ആ ക്ഷേത്രമാണ്. അപ്പം നമ്മളെ അച്ഛനോ നമ്മളവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് നമ്മളെ ബന്ധുക്കളെല്ലാം അച്ഛൻ്റെ കൂടെ. അപ്പം ഞാൻ വളരെ ചെറുപ്പമാണ്. എല്ലാ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭയങ്കര പ്രവർത്തനം കാര്യങ്ങളെല്ലാം ആയിരുന്നു. അങ്ങനെ ഇരുന്ന് അപ്പം അച്ഛൻ ഈ മൈക്കിലൊക്കെ സംസാരിക്കുക, ഈ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കാൻ എടുക്കാനൊക്കെ പോകും. ഞാൻ അങ്ങനെ അവിടെ ചുമ്മാ വെറുതെ ഇങ്ങനെ എല്ലാം നോക്കാൻ പോകും. ഞാൻ അങ്ങനെ നോക്കി പോകും. പക്ഷേ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വിരോധമായിട്ട് ഞാനൊന്നും സംസാരിക്കാനും ഒന്നുമില്ല. എനിക്കന്ന് അതിന് പറയാനുള്ള ഇതും ഇല്ല, അറിഞ്ഞൂടാ അതൊന്നും. ഞാനങ്ങനെ കുറച്ച് വളർന്ന് എടുത്ത് വന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു അത് അവരുടെ ഇതിൽ എനിക്ക് ഞാൻ ക്ഷേത്രത്തിൽ ഇത് പോകും. എനിക്ക് എൻ്റെ നേതാവ് എന്ന് പറയുന്നത് ലാൽ കൃഷ്ണ അദ്വാനിയാണ്. അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങേര് ഗംഭീരമായിട്ട് വളരെ ശക്തമായി നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ വ്യക്തമായിട്ട് പുള്ളിയുടെ ഈ സംസാരിക്കുന്നതല്ല, ഈ മീറ്റിങ്ങിൽ പ്രോഗ്രാമിൽ സംസാരിക്കില്ല, ഞാൻ പത്രത്തിൽ വായിച്ച് ഞാൻ അങ്ങേരുടെ ഒരു ഫാനായി. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. പിന്നെ കാശ്മീരിന്റെ പ്രശ്നം വന്നു. നിയമമാണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകണം. ഒരു വ്യക്തിയെ നോക്കിയോ ഒരു മതത്തിനെ ജാതിയെ നോക്കിയില്ലേ നിയമം പോകണത്. പക്ഷേ കാശ്മീരിലാവുമ്പോ അങ്ങനെയാണ്. ഹിന്ദു പണ്ഡിറ്റുകൾ അവര് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവരാണ്. അവര് അക്രമികളല്ല. അവര് സ്വന്തം ഭൂമിയെ വിട്ടിട്ട്, സ്വന്തം വീട്ടിനെ ഇട്ടിട്ട്, സ്വന്തം പട്ട ഭൂമിനെ ഇട്ടിട്ട്, വ്യവസായ നിലങ്ങളെല്ലാം ഇട്ടിട്ട് അവര് ഡൽഹിയിലേക്ക് പോകുന്നു. ഒരു കൂട്ടരുടെ അറ്റാക്കിന് ഭയന്ന്. അതാണ് ഇതൊക്കെ ഞങ്ങൾ പത്രത്തിൽ ഞാൻ വായിക്കുകയാണ്. മനസ്സിന് ഒരു വല്ലാതെ വിഷമങ്ങളുണ്ട്, എല്ലാത്തിനും ഉണ്ടായി. പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല സമയത്തും ഇതേപോലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ സ്വാധീനിച്ചു. അതൊക്കെ നമ്മൾ സ്വാധീനിച്ച് അങ്ങ് വിട്ട്. പക്ഷെ ഇത് സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുകയാണെന്ന് വെച്ചാൽ
അപ്പോഴും അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മുടെ നാട് ഭരിക്കുന്നവൻ എന്തിനാണ് ഭരിക്കുന്നു? കുറിപ്പിട്ട ഒരു മതത്തിലുള്ളവരെ അടിച്ചു വരട്ടുകയാണെന്ന് വെച്ചാൽ അപ്പൊ നീ എന്തിനാണ് ഭരിക്കുന്നു? ഇതാണ് നമ്മളെ ചിന്തയിൽ വന്നത്. അപ്പൊ നമുക്ക് വേണ്ടി ശബ്ദം കൊടുക്കുന്നത് ആര്? നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ആര്? അപ്പൊ നമുക്ക് ലാൽ കൃഷ്ണൻ അദ്വാനിയാണ് നമ്മുടെ നേതാവ്, എന്റെ നേതാവ്, എന്റെ അഭിമാനമായ ഒരു നേതാവ്. തീർച്ചയായും ലാൽ കൃഷ്ണൻ അദ്വാനിയാണ്. ഈ അദ്വാനിയിലേക്ക് വന്നു നമ്മൾ. ഈ അപ്പം ആ ഒരു തുടർന്ന് നമുക്ക് നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഹൈന്ദവ ജനതയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മളെയും ബാധിച്ചു. ഒപ്പം വന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ഭക്തനായി മാറിയതും ഇല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസനായി മാറിയതും. ഈ ജ്യോതി ബസു എന്നുള്ള പേര് നമുക്ക് അച്ഛൻ തന്നതാണെങ്കിലും നമ്മളിപ്പോൾ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഈ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട്. ഈ 2 വർഷമായെന്ന് പറഞ്ഞു. ഇവിടെ ഈ മുൻചിറയിൽ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് അങ്ങയുടെ ഒരു ബൈറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യം ഓട്ടം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളെല്ലാം പറഞ്ഞു. ആ സമയത്താണ് ഈ മുൻചിറയിൽ ശ്രീരാമൻ്റെ സീതാദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് അങ്ങ് പറയുകയുണ്ടായി. എങ്ങനെയാണ് ആ സാന്നിധ്യം ഇവിടെ ഉണ്ടായത്? ഇത് എങ്ങനെയെന്ന് വെച്ചാൽ രാവണൻ വന്ന് സീതയെ ഇങ്ങനെ പുഷ്പവിമാനത്തിൽ കടത്തിക്കൊണ്ട് പോകുമ്പോൾ മുൻചിറ ശിവക്ഷേത്രത്തിൻ്റെ നേരെ ഈ വടക്ക് ഭാഗത്ത് ഒരു വലിയ മലയാണ്. മലയുടെ മുകളിൽ വന്ന് ഇരുന്ന് സകലം റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതായത് നമ്മൾ ഇരിക്കുന്ന ഈ പ്രദേശം തന്നെ, നമ്മളെ ഇരിക്കുന്ന ഈ പ്രദേശത്താണ്. മനസ്സിലായി. നമ്മളെ ശരിക്കും ആ പാറയുടെ പുറത്തായിരിക്കുന്നത്. ഇവിടെ ഒരു ഹരിതാഭമുണ്ട്, പച്ചപ്പുണ്ട്. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ഈ സ്ഥലം. അപ്പൊ സീതാദേവി, ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ച് വരുമെന്നുള്ള ഉറപ്പുണ്ട് സീതാദേവി. അപ്പൊ അത് ശ്രീരാമന് എന്തെങ്കിലും ഒരു അവിടെ വന്നിറങ്ങിയതായിട്ട് ഒരു അടയാളം വേണമല്ലോ. അങ്ങനെ ശ്രീരാമനെ പ്രാർത്ഥിച്ച് വിചാരിച്ച് കരഞ്ഞപ്പോഴാണ് ആ കണ്ണീര് ഒലിച്ച് 2 പാറയുടെ കുഹ കണ്ണുപോലെ അത് വിളുന്ന് അത് കുഹയായി കുളിയായി കണ്ണുപോലെ ആയി. നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി. അതും ഇത്രയും ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ്. അത് എങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വറ്റാതെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു അത്ഭുതമായി എനിക്ക് തോന്നുന്നു. ഇത് ഒരു വലിയ അത്ഭുതം തന്നെ. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. സീതാദേവിയുടെ സത്യതയില്ലേ സീതാദേവി എന്ന് പറയുന്നത്. ഏകദേശം എത്ര ആഴം കാണും അതിന്? ആ ഗുഹയ്ക്ക് എത്ര ആഴം കാണും? അത് വലിയ ഗുഹ എന്നാണ് പറയുന്നത്. അന്ന് മുതല് ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. വെള്ളം ഇങ്ങനെ കിടക്കും, വറ്റേ ഇല്ല. അതുകൊണ്ട് ഇതിന് ആഴം നമുക്ക് അറിയാനും പറ്റും. ആഴം അറിയാൻ പറ്റില്ല. ചിലപ്പോ കരഞ്ഞതുപോലെ കണ്ണീര് പോലെ ഇങ്ങനെ ഒഴുകി പോകും, ഓവർഫ്ലോ ആയി വരും. ഓവർഫ്ലോ. ചിലപ്പോ ഇങ്ങനെ കണ്ണീര് നമ്മൾ കരഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ അങ്ങനെ ഒഴുകി അങ്ങനെ പോകും. നിറയുമ്പോ ഓവർഫ്ലോ ആയി പോകും. അതങ്ങനെ. അപ്പൊ അതിനൊരു സമയം ഉണ്ട്. ആ സമയത്ത് മാത്രം. ഇവിടെ രാവണൻ ഇവിടെ വന്ന് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? ഈ പാറപ്പുറത്ത് വന്നിറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? കാരണം ചിലപ്പോ സീതയെ കടത്തിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് സകലം ഇവിടെ ഒരു റെസ്റ്റ് എടുത്തിട്ട് പോവാമോ എന്തോ അവന്റെ മനസ്സിന്. അവന്റെ സമയം ശരിയില്ല. അപ്പൊ അവന്റെ സമയം ശരിയില്ല, അവൻ ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് അവന്റെ മനസ്സ് ഇവിടെ നിർത്തിയത്. അല്ല, ഈ വിമാനം എന്തോ കേടായെന്നൊക്കെ അല്ലേ പറഞ്ഞത്? വിമാനം കേടായത് ചിലപ്പോ അങ്ങനെ ഇരിക്കാം. വിമാനം കേടായി അങ്ങനെ നിർത്തിയതായിട്ടും അങ്ങനെ ഇരിക്കാം. അങ്ങനെ ആരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഉണ്ടാകാം. പുള്ളി അതൊന്ന് ശരിയാക്കുന്നവരെ സീത ഇവിടെ തടങ്കലിൽ അവിടെ വെച്ചിരുന്നു. അതായത് അദ്ദേഹത്തിന് എന്തായാലും ഇവിടെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. അത് ഒരു വിധിയാണ്. അവന് അழிവിനുള്ള ഒരു കാരണം. അழிവിൻ വേണമല്ലോ. ദുഷ്ടത്തനം ചെയ്യുന്നതിനും ഒരു അഴിവ് വേണം. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു നമുക്ക് ഒരു എവിഡൻസ് വേണമല്ലോ. ദുഷ്ടനാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കാം. അവൻ ചെയ്യുന്നത് മഹാഭാവമാണ്. അപ്പൊ അവൻ മഹാഭാവം ചെയ്യുന്നതിനും അവനൊരു നാശം ഉണ്ടാവണം. അപ്പൊ അവന്റെ സമയദോഷത്തിന് എന്ത് ചെയ്ത് അവന്റെ പുഷ്പക വിമാനം എന്തോ ഒരു റിപ്പയറായി അവിടെ നിർത്തിയത് ഈ പാറയുടെ പുറത്ത്. അപ്പോഴാണ് അവൻ അങ്ങ് അതിനെ നോക്കിയിട്ട് സീതാദേവിക്ക് ശ്രീരാമന്റെ ഓർമ്മ വന്നു. അങ്ങനെയാണ് കരയുന്നത്. അപ്പൊ ഈ വെള്ളം ഒഴുകിപ്പോയി ഈ ഗുഹയിൽ നിറഞ്ഞ് അങ്ങനെ കെട്ടി നിന്നു.
കിട്ടുന്നത് ഇതുവരെയും പറ്റിയിട്ടില്ല. ഇതുവരെ അത് പറ്റിയിട്ടില്ല. സീതയുടെ കണ്ണീര് ഇതുവരെയും പറ്റിയിട്ടില്ല. സീതയുടെ കണ്ണീര് ഇതുവരെ പറ്റിയിട്ടില്ല. അതൊരു പുണ്യമായിട്ട് കരുതുന്നോ അതോ ഇവിടെ ഈ നാട്ടുകാരെ അങ്ങനെ ഒരു പുണ്യതീർത്ഥം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതൊരു പുണ്യമായിട്ട് തന്നെ കരുതുന്നു. ആളുകൾ ഇവിടെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. വന്ന് നമ്മൾ അടുത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് വല്ലപ്പോഴും വന്ന് നോക്കിയിട്ട് നമ്മൾ പോവുക. നമ്മൾ ചെറുത് മുതലേ വരികയാണ്. നമുക്ക് തോന്നുമ്പോ ക്ഷേത്രത്തിൽ വരോ, ശരി അതുവരെ ഒന്ന് പോയിട്ട് വരാ, പോയിട്ട് അത് നോക്കിയിട്ട് വരാല്ലെന്ന് വരോ. പുറത്തൊന്നും ആൾക്കാർ വരൂ, അത് നമുക്ക് ആര് ഒരു വരണമെന്ന് അറിയാൻ പറ്റൂല. അവർ വന്ന് അവരങ്ങനെ ചെയ്തിട്ട് പോകും, നോക്കിയിട്ട് പോകും. ഈ ഇവിടെയുള്ള ഇപ്പം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ശിവാലയോട്ടം നടക്കുകയാണ്. അപ്പം ഇതുമായിട്ട് എങ്ങനെ ശ്രീരാമൻ എങ്ങനെ ഈ ക്ഷേത്രമായിട്ട് ബന്ധമുണ്ടോ? എന്തായാലും അന്ന് ആ സമയത്തും ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ സമയത്തും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ മറ്റേ അല്ല മുഞ്ചിറ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ ആ ലിംഗം സ്വയംഭൂ ആണെന്ന് പറഞ്ഞു കേട്ടു. ഇത് കിപി 6ലോ 7ലോ പണിഞ്ഞ ക്ഷേത്രമാണ്. 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ എന്നാണ് ഈ ക്ഷേത്രം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത് 7-ാം നൂറ്റാണ്ടില് കെട്ടിയ ക്ഷേത്രമാണ്, ക്ഷേത്രം പണിത്. പക്ഷെ എനിക്ക് ഈ ലിംഗം വന്നത് സ്വയംഭൂ ആണ് അല്ലേ? സ്വയംഭൂ ആണത്, സ്വയംഭൂ ലിംഗമാണ്. അപ്പൊ അന്ന് ശ്രീരാമ വരുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കാണുമല്ലോ. അത് ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും അത് അങ്ങനെ ഉണ്ടായിരിക്കും. ഈ മുൻചിറ എന്ന പേര് പറയാൻ കാരണം എന്താ? ഇവിടെ മുൻചിറൈ, സീതയെ വന്ന് ഇവിടെ ചിറ വെച്ച് ഇവിടെ കൊണ്ടിരുത്തിരുന്നല്ലേ അവന്. അതാണ് സീതയെ ചിറൈ വെച്ച സ്ഥലം. സിറൈ വെച്ചു, സിറൈ എന്ന് വെച്ചാല് അത് ജയിലാണ്. തമിഴില് സിറൈ എന്ന് പറയും. സിറൈ എന്ന് വെച്ചാല് അവിടെ ജയിലില്ലാതെ ഇരുന്നു. ചിറൈ പിടിച്ചു വെച്ചിരിക്കുകയാണ് കൊണ്ടുവന്ന്. പണ്ട് ആളുകളെ ഈ ചിറ പിടിച്ചു കൊണ്ടുപോകണമെന്ന് പറയുക, ചിറ പിടിച്ചു കൊണ്ടുപോകണം. അപ്പൊ അതിനെക്കുറിച്ച് അത് ജയിലല്ല, അതിന് ഒരു തമിഴിലുള്ള ഒരു ചൊല്ലാണ് ചിറ പിടിച്ചു കൊണ്ടുപോകുന്നത്. ചിറ പിടിച്ചു കൊണ്ടുപോകുന്നത്, കെട്ടിക്കൊണ്ടു പോകുന്നു. കെട്ടിയില്ല, കൈ കൈ കെട്ടി, അത് കൈ കെട്ടി എന്തെന്നറിഞ്ഞൂടാ. ചിറ പിടിച്ചു കൊണ്ടുപോകണം, എന്തോ ഒരു മായ അതിലുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഇത് മനസ്സിലായി. അങ്ങനെയാണ് ഈ മുൻചിറ എന്നുള്ള പേര് കിട്ടിയത്. രാമൻ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ പാലം പണിയാനായിട്ടൊക്കെ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴേ എനിക്കൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവിടെ ഒരു 3-4 കുളങ്ങൾ കണ്ടായിരുന്നു. എല്ലാം പാറയിലാണ് കുളങ്ങൾ. അപ്പൊ അത് എന്താണ് അങ്ങനെ ഒരു കുളത്തിന്റെ പാറയിൽ വരാന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിങ്ങളിപ്പോ നമ്മൾ ഇമയമലയിൽ എടുത്ത് നോക്കിയാല് ഇമയമലയിൽ വൈഷ്ണദേവി ക്ഷേത്രം ഒന്നുണ്ട് കാശ്മീരിൽ. വൈഷ്ണദേവി ക്ഷേത്രത്തിന്റെ പുറകില് ഒരു തീർത്ഥമുണ്ട്, വെള്ളം, ഗംഗാ തീർത്ഥം എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ പത്രത്തിൽ വായിച്ചതാണ് ഗംഗാ തീർത്ഥം. അപ്പൊ ഈ മല എത്ര മുകളിൽ കിടക്കുന്നു, എത്ര ആയിരം അടി ഹൈറ്റിലുണ്ട് നോക്കണം. അതുപോലെ തന്നെ മാനസരോവർ, കൈലാഷ് മല, ശിവന്റെ സാക്ഷാൽ ശിവന്റെ ഇരിപ്പിടമാണ്. അവിടെ ഒരു വലിയ ഒരു കുളമുണ്ട്, മാനസരോവർ. അത് വെള്ളം മാനസരോവർ എന്ന് പറയല്ലേ അതിൻ്റെത്. ഇപ്പൊ എവിടെയൊക്കെ ദൈവമുണ്ടോ അത് മലയായാലും ഏതായാലും അവിടെ വെള്ളം കാണും. ഈശ്വരന്റെ ഒരു അനുഗ്രഹമാണ്. ഈശ്വരന് അഭിഷേകത്തിന് വെള്ളം വേണം. അത് ഇവിടെ വേറെ ഒരിടം പോകാൻ പറ്റൂല. അതിനാണ് കുളം. പക്ഷെ ഇത് പാറയിലാണ് കുളം, പറ്റുന്നില്ല. അതിന്റെ പോലെ ഈ മുഞ്ചിറ മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് നാർത്തിൽ ഒരു കുളമുണ്ട്. അവിടെ ആൾക്കാർ കുളിക്കുകയും ചെയ്യും. അപ്പൊ ആ കുളത്തിൽ കുളിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. തോല് സംബന്ധമായിട്ട് ഒരു അസുഖങ്ങൾ ഉണ്ടാവില്ല. എന്ത് സംബന്ധം? ഈ നമ്മുടെ ശരീരത്തിന്റെ തോല് എന്തോ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട്. ശരി. അപ്പൊ എന്തായാലും ഈ ഒരു ശിവരാത്രി ദിവസം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേയായിട്ട് അല്പനേരം ഇരിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഇവിടേക്ക് വരാൻ എത്ര ദൂരമുണ്ട് ഈ നമ്മളെ മുഞ്ചിറ ക്ഷേത്രത്തിലേക്ക് വരാൻ? ഒരു 5 മിനിറ്റിൽ നടന്നു വരാനുള്ള. എവിടെ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ എവിടെ ഇറങ്ങേണ്ട? വരികയാണെന്ന് വെച്ചാൽ നമ്മൾ മാർത്താണ്ഡത്ത് ഇറങ്ങുക. തിരുവനന്തപുരത്ത് ഇറങ്ങുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്ന് ഏറുകയാണെങ്കിൽ നേരെ മാർത്താണ്ഡത്ത് ഇറങ്ങുക. ബസ്സിൽ വരികയാണെങ്കിൽ മാർത്താണ്ഡത്ത് ഇറങ്ങുക. അല്ലെങ്കിൽ വെട്ടുമണി എന്നൊരു സ്ഥലമുണ്ട്, വെട്ടുന്നി എന്നാണ് പറയുന്നത്. വെട്ടുന്നിയെ വെട്ടുമണി എന്ന് പറയും. വെട്ടുന്നി ശാസ്താൻ കോയിൽ, വെടിവെച്ചാങ്കോയിൽ. വെട്ടുമണി വെടിവെച്ചാങ്കോയിൽ.
അതിന്റെ സ്റ്റാപ്പിൽ ഇറങ്ങിയാൽ തേങ്ങാപട്ടണം റൂട്ടിൽ വന്നു നിന്നാൽ അവിടെ നിന്ന് തേങ്ങാപട്ടണം വരുന്ന ബസ്സിൽ കയറി മുഞ്ചിറ ടിക്കറ്റ് എടുത്ത് മുഞ്ചിറയിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് അല്പം നടക്കുമ്പോൾ മഹാദേവർ ക്ഷേത്രത്തിലോ വലിയ ആർച്ച് ഒന്ന് കാണും. അതിലങ്ങേറെ വന്നാൽ ക്ഷേത്രത്തിൽ വരാം. തീർച്ചയായും. അപ്പോൾ ഈ സമയത്ത് വളരെ നല്ല രീതിയിൽ നമുക്കിതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളും പറഞ്ഞു തന്നതിന് അമേസിംഗ് റേ ഒരുപാട് നന്ദി പറയുകയാണ്. ഇത് എനിക്ക് നന്ദി പറയാനുണ്ട്. എല്ലാം എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്നത് എന്നിലുള്ള എല്ലാ സാക്ഷാൽ മഹാദൈവം തന്നെ, അല്ലാതെ നമ്മളിൽ ഒന്നുമില്ല. സാക്ഷാൽ എല്ലാ മഹാദേവൻ, എല്ലാ മഹാദേവൻ്റെ അടുത്തു നിന്നാണ് നമ്മളെല്ലാം എടുക്കുന്നതും പഠിച്ചതും ഇനി പഠിക്കാൻ പോകുന്നത്. ഏത് മേഖലയായാലും എല്ലാം മഹാദേവൻ്റെ പാദം തന്നെ. നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ തരിക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.